ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി ടൈം ബൈ മുകുൽ. സോ ഹാപ്പി ഓണം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ ദിവസമാണ് 15-ാം തീയതി. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചു. എൻ്റെ മുടി കണ്ട കുളിച്ചെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ മുട്ടാല കഴുകിയിട്ടില്ല, ഞാൻ മേല് കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുളിച്ചു, റെഡിയാവാൻ പോവാണ്, ഓണക്കോടിയൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങളും ഓണക്കോടിയൊക്കെ എടുത്തോ? നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ട്, ഓണത്തിന് എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യണേ. എന്തായാലും മറക്കാതെ നിങ്ങളുടെ ഓണവിശേഷം എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടുന്ന് ഞാൻ എൻ്റെ അഫ്സലിൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അഫ്സൽ എന്തായാലും പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവും. അപ്പം ഞാൻ ഇവിടെയും ആഘോഷിക്കാം, കാരണം രാവിലെ ഞാൻ ഇവിടെ നിന്നാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഓണം ഇവിടെയും ആഘോഷിച്ച ഫീലുണ്ടാവും, അവിടെയും ആഘോഷിച്ച ഫീലുണ്ടാവും. അതുകൊണ്ടാണ് അപ്പം നേരെ ഡ്രസ്സൊക്കെ ഓണക്കോടിയൊക്കെ ഇട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇതൊരു നോർമൽ ഓണം ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും കേട്ടോ. ലൈക്ക് ഓണത്തിന് നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണിത്. കാരണം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഓണത്തിന് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഫ്രഷായി ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നിരിക്കുകയാണ്. എനിക്കിനി ഫേസൊക്കെ ഒന്ന് റെഡി ആവണം. ലൈറ്റായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്യണം, കാരണം ഞാൻ ഓൾറെഡി മേക്കപ്പ് വീഡിയോ ഇട്ടത് കൊണ്ട് ഇനി അതായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ പോയി ബ്ലൗസൊക്കെ ഇട്ട് സ്കേർട്ടൊക്കെ ഇട്ട് വരട്ടെ. ഞാൻ ധാവണി പോലത്തെ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. നമ്മുടെ ഈ ഹാർഡ് ഡിസൈൻസ് എന്ന് പറയുന്ന ബൊട്ടീക്കിൽ ആലപ്പുഴയിലുള്ള അവരാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്തു തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡ്രസ്സ് നെക്സ്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം അഫ്സൽ എന്നെ പിക്ക് ചെയ്യാൻ വരും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. അപ്പോൾ നിങ്ങൾക്കും ഓണം അടിപൊളി ആവട്ടെ. എന്തായാലും നിങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷം എല്ലാം കോമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ. അപ്പം നിങ്ങളെൻ്റെ ഡ്രസ്സ് ഓണത്തിൻ്റെ ഓണക്കോടി കണ്ടിട്ട് വാട്ടോ. ബൈ. ഇതാണ് എൻ്റെ ഓണക്കോടി. ഒരു കലങ്കാരി പ്രിൻറ്റിലുള്ള ഒരു ധാവണി പോലത്തെ സ്കേർട്ട് ടോപ്പ് ഷോൾ ധാവണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഹാർഡ് ഡിസൈൻസാണ് എനിക്കിത് ഡിസൈൻ ചെയ്ത് തന്നെ. ഞാൻ സിൽവർ ജ്വല്ലറി വെച്ച് ആക്സസറൈസ് ചെയ്യാമെന്ന് ഓർത്തു, കാരണം ഗോൾഡ് എലമെൻറ്റ് കുറവായതുകൊണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഇന്ന് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പം കാണാമോ? ഹലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഒരു സ്കേർട്ട്, ബ്ലൗസ്, ഒരു ഷോള് ധാവണി പോലെ കലങ്കാരി പ്രിൻ്റാണ്. ഈ നെക്ക് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചാണ് കേട്ടോ. ബാക്ക് സിമ്പിളാണ് കേട്ടോ, ഇത്രയുള്ള സംഭവം. പക്ഷെ നല്ലൊരു പ്രിൻ്റാണ്, നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. ഈ ഹാർഡ് ഡിസൈൻസ് ആണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് ധാവണി പോലെ ഉടുക്കാൻ പോവാണ്. അപ്പോൾ ഉമ്മയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉമ്മീനെ കൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഡ്രൈപ്പ് ചെയ്യിക്കണം എനിക്ക്. സോ എന്നിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്തിട്ടില്ല. മേക്കപ്പ് അല്ല, ജസ്റ്റ് ലൈറ്റ്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരെ ഡ്രസ്സൊക്കെ റെഡിയായി ഞാൻ നേരെ ചാലക്കപ്പാറയ്ക്ക് പോവുകയാണ്. ഇനി ഞാൻ അവിടെ ചെന്നിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഞാനൊന്നും കാണിക്കാനില്ല. എന്നാലും സ്റ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ എല്ലാം ചെറുതായിട്ട് മാക്സിമം ഞാൻ ഇടും. സോ അത്രയേ ഉള്ളൂ. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളിപ്പോൾ നേരെ ചാലക്കപ്പാറയ്ക്ക് പോകുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നൊരു 30-35 മിനിറ്റ്സ് അത്ര ഇല്ല, ആക്ച്വലി ഒരു 20-25 മിനിറ്റ്സൊക്കെ ഉള്ളൂ ചാലക്കപ്പാറയിലോട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പോയും വരും ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ സദ്യക്കുള്ള വാഴല വെട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. സദ്യക്ക് ഞങ്ങൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 6 പേര് 7 പേരും തോന്നുന്നുണ്ട്. അപ്പം മൊത്തം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വാഴല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ വെട്ടുവാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. എന്നിട്ട് നേരെ കറ പറ്റാതിരിക്കാൻ ഞാൻ നീക്കി പിടിച്ചാണ് എൻ്റെ ഡ്രസ്സിൽ. അപ്പോൾ ഇതെല്ലാം ഉമ്മി ഉണ്ടാക്കിയ കറിയാണ്. അതാണ് പായസം ഒഴിച്ച് ബാക്കി എല്ലാം ഉമ്മിയാണ് ഉണ്ടാക്കിയത്. എല്ലാ കറികളും ഉമ്മി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് കറികളുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നി. അതും നല്ല ടേസ്റ്റിലാണ് ഉമ്മ ഉണ്ടാക്കിയത്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് ഞങ്ങൾ കൂടുതലും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഞങ്ങൾ തന്നെ ഉമ്മ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് കറി ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇത്രയും കറി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നേരമൊക്കെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി കറികൾ വരും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സങ്കടമുള്ള കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും നിലത്തിരുന്നാണ് കേട്ടോ സദ്യ കഴിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഓണത്തിന് അങ്ങനെയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിലത്തിരുന്നാണ് എപ്പോഴും സദ്യ കഴിക്കുന്നത്. അപ്പം അപ്പം ഞാൻ എപ്പോഴും ഉള്ള എൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഓണത്തിൻ്റെ ദിവസം ഒരു 2 ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ നമുക്കിവിടെ തൊട്ടടുത്ത് ഒലിപ്പുറമുണ്ട്, അവിടെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനും അഫ്സലായിട്ടുള്ള 2 ഫോട്ടോ എടുത്തു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോരുവാണ് ചെയ്തത്. കാരണം ഞങ്ങൾ ജസ്റ്റ് മാലിപ്പുറത്ത് പള്ളിയിലൊന്ന് പോകാനുണ്ട്. അപ്പം അഫ്സലിൻ്റെ ശരിക്കും ഉള്ള വീട് മാലിപ്പുറമാണ്. അപ്പം അവിടെ ഞങ്ങൾക്ക് പോകാനുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ട് നേരെ ഫാമിലി എല്ലാവരും കൂടി നമ്മുടെ പുതിയ കാറിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ പുതിയ കാറിനാണ് പോകുന്നത്. അപ്പം മാലിപ്പുറത്തോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. കറക്റ്റ് വൈകുന്നേരത്തെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല സ്കൈ ഒക്കെ നല്ല ക്ലിയറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്കൈ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുറത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു ടു ബി ഓണസ്റ്റ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം കാണാൻ. പള്ളിയിലൊക്കെ പോയി തിരിച്ചെത്തിയപ്പോൾ നല്ല രാത്രിയായിട്ട് 9 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പിന്നീന്ന് കുറച്ച് ഐസ്ക്രീംസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വാങ്ങിച്ച് അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ദിവസം അടിച്ച് പൊളിച്ചു എന്നുള്ളതാണ്. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഹാപ്പി ഓണം എവ്രി വൺ.